ദേശമുഖി സങ്കീർത്തനായി ഈശ്വരി ക്ഷുദ്രാവിസ്ഫുലങ്കാ വിച്ചരന്തി യമേവാസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിച്ചരന്തി തസ്യ ഉപനിഷത്സത്യസ്യ സത്യമിതി പ്രാണോ വൈ സത്യം തേഷാമേഷ സത്യം. അഹം ബ്രഹ്മാസ്മി അവധാരയത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദോഷം വരുന്നു. ശാസ്ത്രാനർത്ഥയ്ക്കും ഉപദേശാനർത്ഥയ്ക്കും. സാധ്യ പരിഹാര്യ അഭാവ, അസംസാരിത്വം അവിടെ സാധിക്കാൻ കഴിയില്ല. സംസാരിത്വം ഒഴിവാക്കാനും കഴിയത്തില്ല. അത് ദോഷം പറഞ്ഞത്. അതിന് ഇവിടെ പറഞ്ഞു ഭേദാഭേദം സ്വീകരിക്കും. ജീവൻ പരമാത്മാവിനോട് അന്യവുമാണ് അനന്യവുമാണ്. അന്യമായതുകൊണ്ട് സംസാരിത്വം, അനന്യമായതുകൊണ്ട് ബ്രഹ്മം. തത്ര വിജ്ഞാനാത്മനോ വികാരപക്ഷി ഏതാഗത. അപ്പോൾ ആ പരമാത്മാവ് തന്നെ വികാരഭാവമാപന്ന. അതിനൊരു വികാരം സംഭവിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ സംഭവിക്കാം. ഏതാഗതയ ഈ പറയുന്ന രീതിയിലൊക്കെ ആകാം. ഇവിടെ പറയുന്ന അദ്വൈതം
വെറൊരു വിശ്വാസമല്ല, മറിച്ചത് യുക്തിയിലൂടെ തെളിയിക്കുന്ന കാര്യമാണ്. അപ്പം അദ്വൈതത്തിന് വിരുദ്ധമായി പറയുന്ന കാര്യങ്ങളാണ് വികാരവും മറ്റും. പരമാത്മാവ് വികാരിപ്പെട്ട് ജീവഭാവത്തിലെത്തി എന്നും മറ്റും പറയുന്നത്. അപ്പം ഇത് അദ്വൈത വിരോധിയായ കാര്യങ്ങളാണ്. അതിനെ യുക്തി കൊണ്ട് നിഷേധിക്കുന്നു. അടുത്ത് പറയും, ശ്രുതിയിൽ നിന്ന് കേട്ടു, അവന് ബോധ്യം വന്നു. പക്ഷെ ഇനി മറ്റൊരിടത്ത് നിന്ന് വേറൊന്ന് കേൾക്കുമ്പോഴോ, ശ്രുതിയിൽ നിന്നോ തത്വമസി എന്ന് കേട്ടു, താനാ പരമാത്മസ്വരൂപമാണെന്ന് ധരിച്ചു. ഈ ശ്രുതിയെ തന്നെ മറ്റൊരാൾ വേറെ തരത്തിൽ വ്യാഖ്യാനിപ്പിച്ച് കേൾപ്പിച്ചാലോ, തിരിച്ചും തോന്നാമല്ലോ. ഇവിടെ പറയുന്നത് ശ്രവണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്ന, ഉപദേശത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്നു. എങ്ങനെ ഉപദേശിക്കുന്നു അങ്ങനെ ജ്ഞാനം ഉണ്ടാകും. അദ്വൈതത്തെ ഉപദേശിച്ചാൽ അദ്വൈത ജ്ഞാനം ഉണ്ടാകും. ദ്വൈതത്തെ ഉപദേശിച്ചാൽ അദ്വൈത ജ്ഞാനം ഉണ്ടാകും. ഇതിലേതിനെ സ്വീകരിക്കും? ദ്വൈതം സ്വീകരിക്കും, അദ്വൈതം സ്വീകരിക്കും. രണ്ടും ഉപദേശമാണ്. ഏതാണോ അതിൽ അവശേഷിക്കുന്നത് അതിനെ സ്വീകരിക്കണം. അതെങ്ങനെ തീരുമാനിക്കും? അവിടെ യുക്തി കൊണ്ട് പരിശോധിക്കണം. അല്ലാതെ എങ്ങനെ തീരുമാനിക്കുന്നു? അദ്വൈതം പറയുന്ന കേട്ടോ അത് ശരിയെന്ന് തോന്നുന്നു, ദ്വൈതം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അത് ശരിയെന്ന്. പിന്നെ ഇതിലേത് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കും? അനുഭവം കൊണ്ട് തീരുമാനിക്കാമെന്ന് വെച്ചാൽ അനുഭവം വരണ്ടേ? അനുഭവത്തിന് വേണ്ടിയാണ് ഈ മനനം, വിചാരം. അത് അനുഭവത്തിന് ശേഷം സാധ്യമല്ലല്ലോ, അനുഭവത്തിന് മുമ്പ് വേണം. അനുഭവത്തിന് മുമ്പ് അദ്വൈതമാണോ ദ്വൈതമാണോ ശരിയായിട്ടുള്ളതെന്ന് തീരുമാനിക്കണം. എന്നാലേ മനനത്തിലൂടെ പോകാൻ പറ്റും. അവിടെ യുക്തി ആശ്രയിക്കുന്നു. വികാരപക്ഷം, ഈ ജീവൻ ആ പരമാത്മാവിന്റെ ഒരു വികാരമാണോ എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നു. അതിനെ യുക്തി കൊണ്ട് നിഷേധിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് അദ്വൈത വിചാരത്തിൽ യുക്തിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഒരാളൊരു ഗുരുവിനെ സമീപിച്ചു ആത്മാനുഭവത്തിന് വേണ്ടി. ഗുരു പറയുകയാണ്, നീ വിശ്വസിക്കൂ, എന്നാൽ നിനക്ക് അനുഭവം ഉണ്ടാവും. ആദ്യം വിശ്വാസം, രണ്ടാമത് അനുഭവം. അങ്ങനെ പറയുന്നിടത്ത് ഒരു തകരാറ് സംഭവിക്കാം. കാരണം എന്ത് വിശ്വസിച്ചാലും അതിനനുസരിച്ച് അനുഭവം ഉണ്ടാവും. വിശ്വാസത്തെ പിന്തുടർന്ന അനുഭവം വരുന്നിടത്ത് അങ്ങനെ ഒരു തകരാറുണ്ട്.
ഒന്നിനും മറ്റൊന്നായി നിരന്തരം വിശ്വസിച്ചു കഴിഞ്ഞാൽ അവസാനം അത് അതാണെന്ന് തോന്നും, അനുഭവം വരും. അപ്പോൾ അത് സത്യമാണെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. വിശ്വാസം, അതിനെ തുടർന്നുള്ള അനുഭവം അത് ഭ്രാന്തിയുമാകാം, ഭ്രമവുമാകാം. നീ ആദ്യം ഇത് വിശ്വസിക്കുക, വിശ്വസിച്ച അനുഭവം വരും. അപ്പോൾ ഇവിടെ വിശ്വാസത്തിനനുസരിച്ചാണ് വന്നത്. വിശ്വാസം എങ്ങനെയാകാം? ഭ്രാന്തിയും വിശ്വാസമാകാം. ഇവിടെ അങ്ങനെയല്ല, അദ്വൈതം അങ്ങനെ പറയുന്നില്ല. അദ്വൈതം പറയുന്നത് അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തെ പിന്തുടർന്നു വരുന്ന അനുഭവം. മറിച്ച് വിചാരത്തെ പിന്തുടർന്നു വരുന്ന അനുഭവമാണ്, മനനത്തെ. ആദ്യം കേൾക്കുന്നു, അനുഭവപ്പെടുന്ന ബോധ്യം വരുന്നു. പക്ഷെ ഒന്ന് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട ആരും ഇവിടെ ഇല്ല, പലതും കേൾക്കേണ്ടി വരും. അപ്പൊ ബുദ്ധിയിൽ പരീക്ഷണം ആരംഭിക്കുന്നത് ഏതിനെ സ്വീകരിക്കണം, ഏതിനെ ത്യജിക്കണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. അവിടെ യുക്തിയെ ആശ്രയിച്ചേ പറ്റൂ. വിശ്വാസത്തെ ആശ്രയിക്കണമെങ്കിൽ പിന്നെ ചോദ്യമില്ല, വിശ്വസിക്കുന്നവന് ചോദിക്കാൻ പാടില്ലെന്നാണ്. ചിലർ പറയും ദൃഢമായ വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഗുരുവിലുള്ള വിശ്വാസം, അത് മാത്രം മതി. ചിലരുടെ അഭിപ്രായമാണ്, ഗുരുവിന്റെ അഭിപ്രായമാണ്, ചിലരുടെ അഭിപ്രായം. അത് അദ്വൈതത്തിന്റെ രീതിയല്ല. ചില ഉപാസനകൾ, ചില സമ്പ്രദായങ്ങളിലൊക്കെ അതാവശ്യമാണ്. മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക, ഗുരുവിൽ അല്ലെങ്കിൽ ഈശ്വരൻ വിശ്വസിക്കുക, ചിന്ത പാടില്ല അവിടെ. അത് ആ ഉപാസനയുടെ ഭാഗമാണ്. അതുകൂടെ ചേർന്നാലേ ഉപാസന പൂർണ്ണമാകും. അങ്ങനെ പൂർണ്ണമായ വിശ്വാസത്തിൽ ആ ഉപാസനയെ പിന്തുടർന്നാലേ ആ ഉപാസനയിൽ നിർദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. അത്തരം ഭാഗങ്ങളിലൊക്കെ അത് ശരിയാണ്. അദ്വൈതത്തെ സംബന്ധിച്ചല്ല, അതല്ല. ഇവിടെ ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നുണ്ട്. ശ്രവണം കഴിഞ്ഞു വരുന്ന മനനം, അത് കൂടിയേ തീരും. സാധാരണ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ മനനത്തിന് ശേഷമാണ് ഇതിന് ദൃഢത വരേണ്ടത്. മനനം എന്ന് പറയുമ്പോൾ അവിടെ യുക്തിവിചാരം, അവിടെ വിശ്വസിച്ചാൽ പറ്റത്തില്ല, വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് വിശ്വാസത്തെ ആശ്രയിക്കുക? പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഏത് സമയവും ജീവനെ തെറ്റിദ്ധരിപ്പിക്കാം. അദ്വൈതത്തിൽ അടിസ്ഥാനമായി പറയുന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് ഇതിനെ വിശ്വസിക്കരുത്. വിശ്വാസത്തിനവിടെ പ്രസക്തിയില്ല. രജുവിനെ കണ്ട സർപ്പവും തോന്നിപ്പിക്കാം, മരീചിക ജലഭ്രാന്തി ഉണ്ടാക്കാം, ഈ കാണുന്ന നിറം നിരൂപമായ ആകാശത്തിനാണ് തോന്നിപ്പിക്കാം. ഇങ്ങനെയുള്ള ഭ്രാന്തി ഉണ്ടാകാം. വിശ്വാസത്തെ പിന്തുടരുന്നവർക്ക് ഈ ഭ്രാന്തി ഉണ്ടാകാം. അതിനോട് പരീക്ഷിക്കുന്നില്ലല്ലോ.
പരീക്ഷിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ ബുദ്ധി പരീക്ഷ മുഖ്യമാണ്. ശ്രവണം കൊണ്ട് ആപാതജ്ഞാനം കൊണ്ട് ഒരു സാമാന്യ ജ്ഞാനം തന്റെ സ്വരൂപം ഇന്നതാണ്. അതുണ്ടായാൽ അതുകൊണ്ടൊരാൾക്ക് കൃതാർത്ഥത അനുഭവിക്കാൻ പറ്റത്തില്ല. തുടർന്ന് മനനത്തിലൂടെ നിശ്ചയത്തിലെത്തുമ്പോഴാണ് കൃതാർത്ഥത അനുഭവിക്കുന്നത്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ മാർഗമാണ് ഈ മനനം, യുക്തി, വിചാരം. പറയാൻ കാരണം ഇത് ഇത്തരം തർക്കങ്ങളുടെയൊക്കെ ആവശ്യമൂടെ ഉണ്ടോ നമ്മൾ ചിന്തിക്കും. കാരണം അദ്വൈതം കേട്ട് ഞാൻ കൃതകൃത്യനായി, അദ്വൈതം എനിക്ക് ബോധിച്ചു, എല്ലാം അറിഞ്ഞു എന്ന് സമാധാനിക്കുന്നു. ശരി, അങ്ങനെ സമാധാനിക്കാം. പക്ഷെ മറ്റ് ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കടത്തി വിട്ടാൽ അതെങ്ങനെ ശരിയാകും? നിങ്ങളീ പറയുന്ന അദ്വൈതം അതിന് ന്യൂനതകളില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് തന്നെ അപ്പോൾ പതറിപ്പോവും, അദ്വൈതം പോവും. അതാണ് ഈ അദ്വൈതം കേട്ടു, അദ്വൈതത്തിൽ ബോധമുണ്ടെന്ന് കരുതുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ആ ബോധം നഷ്ടപ്പെടുന്നു, ഭ്രഷ്ട് സംഭവിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഒരുപാട് മനസ്സിൽ കടന്നു വരുന്നു. അപ്പോൾ സംശയം വരുന്നു, ഇത് ശരിയാകുമോ? ആകാൻ വഴിയില്ല, ഇങ്ങനെയാണെങ്കിൽ ഇത് ശരിയാകത്തില്ല. അവിടെ മനനം ആവശ്യമാണ്, കൂടിയേ തീരും. എന്താ ഈശ്വരനെ മനനം ചെയ്യാൻ കഴിയില്ല? താൻ ശ്രവിക്കുന്ന തത്വത്തെ, ആ തത്വത്തിന്റെ ദാർഢ്യത്തിന് വേണ്ടി മനനം ചെയ്യാം. മനനം ചെയ്യാന്ന് പറഞ്ഞാൽ ഈശ്വരനെ മനനം ചെയ്ത് മനനത്തിലൂടെ ഈശ്വരനെ കണ്ടെത്തുന്നു എന്നുള്ള അർത്ഥമല്ല. അങ്ങനെ വരുമ്പോഴാണ് താൻ ശ്രവണത്തിലൂടെ ഗ്രഹിച്ച വിഷയത്തെ മനനം ചെയ്യുന്നു. തത്വമാണെങ്കിൽ പിന്നെ മനനത്തിന്റെ ആവശ്യമില്ല. ഗ്രഹിച്ച വിഷയത്തെ മനനം ചെയ്ത് അത് ആഴത്തിലാക്കി ആഴത്തിലേക്ക് പോകുന്നു. നേതി ആവശ്യമില്ലാത്തതിനെല്ലാം നീക്കി മുമ്പോട്ട് പോകുന്നു. ഇതാണ് സത്യം എന്ന നിശ്ചയം മനസ്സിൽ വരുന്നു. അതുകൊണ്ട് ഇത് വിശ്വാസശാസ്ത്രമല്ല, യുക്തിശാസ്ത്രമാണ് അദ്വൈതം. അതുകൊണ്ട് ഈ പറയുന്ന ചിന്തയും ആവശ്യമാണ് എന്നാണ്. ഒരാളുടെ സംശയമാണ്, ഇതെന്താ അവസാനിക്കാത്തത്? ഇതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്, ഇതെന്താ അവസാനിക്കാത്തത്? ഒന്ന്, ഇത് അവസാനിപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അതൊരു ചോദ്യം. ഇതിന് അവസാനിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവനാണ്.
അവനവന് ബോധ്യം വന്നാൽ ഇത് അവസാനിച്ചു. അല്ലെങ്കിൽ ഇതിങ്ങനെ പോകും. അതുകൊണ്ട് ഇവിടെ വീണ്ടും ചിന്തിക്കും, ആ പരമാത്മാവിന്റെ വികാരമാണ് വിജ്ഞാനാത്മാവ് എന്ന് പറഞ്ഞാൽ പൃഥ്വി ദ്രവ്യ അനേക ദ്രവ്യ സമാഹാരസ്യ സാവയവസ്യ പരമാത്മന ഏകദേശ പരിണാമോ വിജ്ഞാനാത്മാ ഘടാധിപൻ. പൃഥ്വി ദ്രവ്യത്തെ പോലെ, മണ്ണ് പോലെ എന്നർത്ഥം. അനേക ദ്രവ്യ സമാഹാരസ്യ, അതിനകത്ത് പലതും കൂടി കടന്നിരിക്കുകയല്ലേ. പൃഥ്വി എന്ന് പറയുന്നത് കേവലം മണ്ണെന്ന് മാത്രമല്ല, ഈ മേശയും കസേരയും പുസ്തകവും ഈ കാണുന്നതെല്ലാം പൃഥ്വിയാണ്. കാരണം പൃഥ്വിയിലെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതെല്ലാം. മണ്ണെന്ന് മാത്രമാണ്. അനേക ദ്രവ്യ സമാഹാരമാണ്. അനേക ദ്രവ്യ അനേക അവയവങ്ങളോട് കൂടിയതാണ്, സാവയവമാണ്. അതിന് തന്നെ പറയുന്നു ഭൂതങ്ങൾ, ഭൗതികങ്ങൾ, പൃഥ്വി തേജോ വായു ആകാശ തന്മാത്രകൾ തന്നെ, അതിൽ നിന്നുണ്ടായ കാര്യങ്ങൾ, സ്ഥൂലമായിരിക്കുന്ന ഈ കാണുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളത്. അതുപോലെ ഒന്നാണ് ഈശ്വരൻ. സാധാരണ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ള പരമാത്മന ഏകദേശ വിപരിണാമോ വിജ്ഞാനം, അതിൻ്റെ ഒരു ഭാഗം പരിണമിച്ചതാണ് വിജ്ഞാനാത്മ, ജീവൻ എന്നാണ്. ജീവന്റെ പ്രത്യേകത എന്നുള്ളത് ചൈതന്യരൂപമാണ്. അപ്പോൾ ആ നാനാ അവയവങ്ങളോടിയിരിക്കുന്ന ഒരു പിണ്ഡം പോലെ ഒന്ന് ഈശ്വരൻ, അതിൽ നിന്ന് ജ്ഞാനരൂപത്തിൽ പരിണമിച്ചിരിക്കുന്നു. ഘടാധിപത്യം മറ്റ് സർവവ്യാപകമായിരിക്കുന്നു, പല രൂപത്തിലിരിക്കുന്നു. അതിൽ നിന്ന് ഒരു പാത്രത്തിന്റെ രൂപത്തിലുണ്ടായത് ഘടം. അതുപോലെ ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന പരമാത്മാവ്, സർവമായിരിക്കുന്ന പരമാത്മാവ് ഒന്ന് പരിണമിച്ചൊരു ചെറിയൊരു മാറ്റത്തിൽ ജ്ഞാനരൂപത്തിൽ വന്നപ്പോൾ ജീവനായി. ഇതാണ് സ്വീകരിക്കേണ്ടത് ഘടാധിപത്യം. അതൊരു പക്ഷം. മറ്റൊന്ന് പൂർവ്വ സംസ്ഥാനാവസ്ഥ പരിശേകദേശ വിക്രിയ, പൃഥ്വിയെ പോലെ തന്നെ കേശ ഊഷ്ടാദി സർവ കേശരൂഷാദി ഊഷരാദിവത് നടത്തുന്നു. പരസ്യ ഏകദേശം ഏതുപോലെ കേശ ഊഷരാദികൾ. ഭൂമി ഇങ്ങനെ വിശാലമായിരിക്കുന്നു, പക്ഷെ അതിൽ തന്നെ വരുന്നു സാധാരണ ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത ഊഷരദേശം. വിത്തും വെള്ളവും വളവും ഒന്നുമില്ലാത്ത സ്ഥലം ഊഷരദേശം. അപ്പോൾ അവിടെ പൃഥ്വി ഒരു പൂർണ്ണ രൂപത്തോടുകൂടിയിരിക്കുന്നു. പൂർവ്വ സംസ്ഥാനാവസ്ഥ എന്ന് പറയുന്നതാണ്. അത് പൂർണ്ണ രൂപത്തിലിരിക്കുന്നു. ഇരിക്കെ തന്നെ നമ്മൾ കാണാം ചില സ്ഥലത്ത് ഊഷരമായിരിക്കുന്നു, ഒന്നിനും കൊള്ളാത്ത സ്ഥലം. അല്ലെങ്കിൽ അത് വിടുക, ഒരു ശരീരത്തെ എടുക്കുക, ശരീരം സജീവമായി പൂർണ്ണമായിരിക്കുന്നു, അംഗങ്ങളോടുകൂടി ചൈതന്യവത്തായിരിക്കുന്നു. പക്ഷെ അതിലിരിക്കുന്ന ഒരു പ്രത്യേക സാധനം കേശം, ജീവനില്ലാത്തത് കൊണ്ടല്ലേ അത് നമ്മൾ മുറിച്ചു കളഞ്ഞു.
എന്തുകൊണ്ടത് കേശം, മുടി, തലമുടി മുറിക്കുമ്പോൾ എന്തുകൊണ്ട് വേദനിക്കുന്നില്ല? പറയാൻ കഴിയും അതെന്റെ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് പറയാൻ പറ്റും. ശരീരത്തിന്റെ വേറെ ഏത് ഭാഗത്തൊന്ന് തൊട്ടാലും വേദനിക്കും. കേശത്തെ മുറിച്ച് മാറ്റിയാലും വേദനിക്കുന്നില്ല. അങ്ങനെ ഒരു സാധനം ഈ ശരീരത്തിൽ വരും. അത് തന്നെ ഒരു അത്ഭുതമല്ല. അല്ല, ഈ ഉദാഹരണം പറയും. സച്ചിദാനന്ദ സ്വരൂപനായ ചൈതന്യ സ്വരൂപനായ ഈശ്വരനിൽ നിന്ന് ഈ ജഡമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാകും? സാറിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ആ സത്താണ്, ഇത് അനിത്യമാണ്, അത് ചിത്താണ്, ഇത് ജഡമാണ്. അവിടെ ആനന്ദമാണ്, ഇവിടെ ദുഃഖമാണ്. അങ്ങനെയുള്ള സച്ചിദാനന്ദ സ്വരൂപനിൽ നിന്നും അതിന് ഒട്ടും യോജിക്കാത്ത ഈ ജഗത്ത് എങ്ങനെ ഉണ്ടാവും? അതിനുദാഹരണം പറയുന്നതാണ്. ചിന്തിച്ചു നോക്കുക. ചൈതന്യവത്തായിരിക്കുന്ന ഈ ശരീരം ഇവിടെ ഒന്ന് സ്പർശിച്ചാൽ മതി, വേദനിക്കും. അതിൽ യാതൊരു സംവേദനമില്ലാത്ത ഈ കേശങ്ങൾ, തലമുടി എങ്ങനെ ഉണ്ടാകുന്നു? പരസ്പര വിരുദ്ധമല്ല. രണ്ടും ഒരേ സ്വഭാവമാണ്. അപ്പോൾ വിരുദ്ധ സ്വഭാവത്തിലുണ്ടാകാം എന്ന് ഉദാഹരണം പറയും. ഇവിടെ ഇത് വേറെ രീതി ചർച്ച ചെയ്യുകയാണ്. മറ്റേ അദ്വൈതി തന്നെ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കും. ഇവിടെ വേറെ രീതി പറയുന്നത് എന്താണോ? പൂർവ്വ സംസ്ഥാന അവസ്ഥ ആദ്യം ഒരു രൂപത്തിയിരുന്നു പൃഥ്വി, പരസ്യേകദേശം, പിന്നീട് അതിന് ചെറിയ വികാരം വന്നു തുടങ്ങി. അതിങ്ങനെ പൂർണ്ണ രൂപത്തിലിരിക്കുകയായിരുന്നു. ചെറിയ മാറ്റം വന്നു, ജീവൻ വന്നു. ഏതുപോലെ കേശ ഊഷരാധിപം, കേശരത്തെ ഊഷരത്തെയൊക്കെ പോലെ. അയ്യോ, ജീവൻ ഞാൻ ഇതൊക്കെ അറിയുന്ന ആളാണല്ലോ, ഞാൻ ജഡമല്ലല്ലോ, ബോധമാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ കാരണത്തിൽ നിന്നും മാറി വന്നിരിക്കും. അവിടെയാണ് ശരിക്കുള്ള ബോധം. ഇതല്ല, നീ ഇന്റെ ബോധമല്ല എന്ന് പറയും. ബോധത്തിൽ നിന്ന് ഇങ്ങനെ ജഡമുണ്ടാകും. അതിന് സമാനം പറയുന്നു. നിർഗുണനായിരിക്കുന്ന, നിരാകാരനായിരിക്കുന്ന ആ പരമാത്മാവിൽ നിന്ന്, സൗഷുപ്ത പുരുഷനിൽ നിന്ന് ഈ ജാഗ്രതയെല്ലാം ഉണ്ടായി വരും. അത് സിദ്ധാന്തത്തിൽ ഇവിടെ പറയുന്ന ആ രീതിയിലല്ല. ഇവിടെ കേശ ഊഷരാധിപത് ചൈതന്യവത്തായ ശരീരത്തിൽ നിന്ന് അതൊരു വികാരമാണെന്ന് വേണമെങ്കിൽ പറയാം. ചൈതന്യശൂന്യമായ ഇതുണ്ടാകുന്നു. പറയാൻ ശരീരത്തിലെ നശിച്ച കോശങ്ങളെ പുറന്തള്ളുന്നതാണ്. ഇതൊക്കെ സിദ്ധാന്തങ്ങളുണ്ട്. അതാണ് ഈ കേശവും മറ്റും. മരിച്ചത് പുറന്തള്ളുന്നുണ്ട്, അതിന് ജീവനില്ല എന്നും മറ്റും പറയും. അതുപോലെ എന്താ, ഈ പരമാത്മാവിന് ശേഷിയില്ലാത്തതുകൊണ്ട് അതിനതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഒരു വിജ്ഞാനാത്മാവിനെ കൂടെ സൃഷ്ടിച്ചു, സന്തോഷിക്കുന്നു എന്ന് പറയാൻ പറ്റും. അതിനെന്തെങ്കിലും ന്യൂനത ആരോപിക്കാൻ പറ്റും? ഒന്നും പറയാൻ കഴിയത്തില്ല. എന്നാൽ ആ പൂർണ്ണതയിൽ എങ്ങനെയാ പൂർണ്ണത വന്നു? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എല്ലാവരും. പൂർണ്ണതയിൽ എങ്ങനെയാ അപൂർണത വന്നു? പൂർണ്ണമായ സച്ചിദാനന്ദത്തിൽ എങ്ങനെയാ പൂർണ്ണമായ ജഗത്ത് വന്നു? ഈ പറയുന്ന വാദങ്ങളെല്ലാം വേറൊരു തരത്തിൽ അദ്വൈതീയനെ സ്വീകരിക്കും.
ഇതൊക്കെ വാസ്തവത്തിലാണെന്ന് പറയുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം. ഇതൊക്കെ ഒരു തുരീയ കൽപ്പന എന്ന നിലയിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിൽ നിന്ന് ജഡം വരുന്നതിനൊന്നും ഒരു ദോഷമുണ്ട്. അതിന് ദൃഷ്ടാന്തമായി ഇത് പറയും. അവിടെ സിദ്ധാന്തത്തിന് ഇത് തന്നെ ദൃഷ്ടാന്തം. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഇതാണ്, ഒരു വികാരം എന്നുള്ള നിലയ്ക്ക് ആ പരമാത്മാവിൽ നിന്നും ഇതൊക്കെ സംഭവിച്ചു. കേശുഷരാദി സർവൈവ പരഹ പരിണമി, അങ്ങനെ ഒരു പരിണാമ രൂപത്തിൽ വന്നു. അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ സിദ്ധാന്തത്തിനും ദോഷമൊന്നുമില്ല. എന്താണോ സച്ചിദാനന്ദത്തിൽ നിന്ന് ഇതൊക്കെ വന്നു, അതെങ്ങനെ വരാം? അത് വരുന്നതിൽ ദോഷമില്ല. ചൈതന്യത്തിൽ നിന്ന് ജഡം വന്നിരിക്കുന്നു. സ്പർശിച്ചാൽ അറിയുന്ന ഈ ശരീരത്തിൽ നിന്ന് സ്പർശിച്ചാൽ അറിയാത്ത കേശം വന്നിരിക്കുന്നു. ഇനി മൂന്നാമത്തത് സർവ്വയേവ പരിണാമി ക്ഷീരാദി. ഇനി മൊത്തം ഇതൊന്ന് പരിണമിച്ച് വേറൊന്നായി മാറുകയാണോ? വികാരപക്ഷത്ത് ചോദിക്കുകയാണ്. കാരണം ഇവിടെ ഭേദാഭേദത്തെ സ്വീകരിക്കണമെങ്കിൽ പരിണാമത്തെ സ്വീകരിക്കണം. പരിണാമം ഈ മൂന്ന് തരത്തിൽ വരും. ഒന്നെന്താണ്? പൂർണ്ണമായി പരിണമിക്കുക. പാല് തൈരാവുന്നത് പോലെ സ്വയം അത് മാറിയതാണ്. ഒന്ന് പാത്രം പോലെ, രണ്ടാമത് കേശത്തെ പോലെ, മൂന്നാമത് ക്ഷീരത്തെ പോലെ. മൂന്ന് തരത്തിലുള്ള വികാരം, പരിണാമം ഇവിടെ പറഞ്ഞു. ഇത് സംഭവിക്കാമോ എന്ന് പരിശോധിക്കുന്നു. സംഭവിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്വൈതത്തിൽ ഇതിനും വേണമെങ്കിൽ അംഗീകരിക്കും. അങ്ങനെ കല്പിതമായി സ്വീകരിച്ചാൽ മതി. അത് കല്പിത രൂപത്തിലൊരു വികാരം പോലെ വന്നു, പരമാർത്ഥത്തിലല്ല. അങ്ങനെ പറഞ്ഞാൽ ദോഷമൊന്നുമില്ല. ഇതങ്ങനെയല്ല. വാസ്തവ പരിണാമത്തെ കണ്ടുകൊണ്ട് ചോദിക്കുന്നു. വാസ്തവത്തിൽ ഇതിങ്ങനെ പരിണമിച്ച് മാറിയതാണ്. സാധാരണ വേദാന്തമൊക്കെ പ്രസംഗിക്കുന്നവരിങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് തന്നെ ഇങ്ങനെ പരിണമിച്ച് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇത് ഒന്നാണ്. തത്ര സമാനജാതി അനേക ദ്രവ്യ സമൂഹസ്യ കശ്ചിത് ദ്രവ്യ വിശേഷോ വിജ്ഞാനാത്മത്വം പ്രതിബദ്ധത യഥാ തഥാ സമാനജാതീയത്വ ഏകത്വം ഉപചരിതമേവ അത് പരമാർത്ഥതഃ. ഇവിടെ പരമാത്മാവ് ഒരു ദ്രവ്യ സമൂഹമായി സ്വീകരിക്കുകയും അതിൽ നിന്നൊരു ഭാഗം വിജ്ഞാനാത്മാവായി മാറുകയും ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൽ അഭേദം വരത്തില്ല. ആ പരമാത്മാവും ജീവാത്മാവും തമ്മിൽ അഭേദം വരത്തില്ല. സമാന ജാതീയത്വം, ഏകത്വം, ഉപചരിതത്വം. ഏകത്വം എന്ന് പറയുന്നത് വെറും കൽപ്പനയിൽ. ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഭേദത്വം. അദ്വൈതത്തിൽ എന്താണ്? സർവവും അഭേദമാണ്. ഇതെല്ലാം കല്പിതമാണ്, മിഥ്യയാണെന്നൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം തദ്ദേവ എന്നാണ്, അഭേദമായിരിക്കുന്നതിനോട് ഒന്നും വേർതിരിക്കാൻ വയ്യ. അതുകൊണ്ടിവിടെ പല ജാതിയിലുള്ള ദ്രവ്യങ്ങൾ കൂടിച്ചേർന്നു. അങ്ങനെയൊരു അതിൽ നിന്നൊരു ഏകത്വം ഉണ്ടായി. എന്ന് പറയാൻ കഴിയത്തില്ല. അത് ഗൗണമായി പോകും. ഇവിടെ അഭേദം പറയാൻ കഴിയത്തില്ല പരിണാമത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ. അത് പരമാർത്ഥത. പരമാർത്ഥത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല. വേണമെങ്കിൽ ലൗകികമായിട്ട് വ്യാവഹാരികമായി പറയാം. വ്യാവഹാരികമായിട്ട് ഇതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. പാരമാർത്ഥികമായി പറയാൻ പറ്റില്ല. മുഖ്യമായി പറയാൻ പറ്റില്ല. ഈ പ്രപഞ്ചം ആ പരമാത്മാവിൽ നിന്ന് പാല് പരിണമിച്ചതുപോലെ പരിണമിച്ചതാണ്. ശരി, അങ്ങനെ ഒരു പരിണാമ കൽപ്പന നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോളൂ. അതുകൊണ്ട് ബ്രഹ്മത്തിന് കുഴപ്പമൊന്നുമില്ല.
ബ്രഹ്മത്തിൽ വാസ്തവത്തിലൊന്നും പരിണമിച്ചില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൽപ്പന സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കും. കൽപ്പിത രൂപത്തിലെന്ന് പറയും. ആണ് പറഞ്ഞ ആ രീതി സ്വീകരിക്കും. മറിച്ചുകൂടെ പറയുന്ന രീതി പറ്റത്തില്ല, പരമാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്നതിന് ഏതിനെങ്കിലും തത്വമായി സ്വീകരിക്കണമെങ്കിൽ അവിടെ ഭ്രാന്തിയെ സ്വീകരിക്കണമെന്ന് ചുരുക്കം. ഈ ശരീരത്തിൽ നിന്ന് കേശം ഉണ്ടാകുന്ന പോലെ ചൈതന്യരൂപിയായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ജഡമായ ബ്രഹ്മം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തി എന്നുള്ള രീതിയെ സ്വീകരിക്കും. അത് ജ്ഞാനമാണ്, പക്ഷെ അത് ഭ്രാന്തിയാണ്. അതുപോലെ ഇത് പൂർണ്ണമായും പരിണമിച്ച് ജീവഭാവത്തിലെത്തിയെന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. അതുകൊണ്ട് ഈ പക്ഷങ്ങളൊന്നും ശരിയല്ല. ആദ്യത്തെ പക്ഷത്തോടെ നിഷേധിച്ചു. തഥാച സമാന ജയതീത്വദേകത്വോപചരിതമേവ ഗുണമാണത് പരമാർത്ഥത തഥാ സർവസിദ്ധാന്ത വിരോധാത്മ. ഒരു ശാസ്ത്രത്തിന് യോജിക്കത്തില്ല. ഇനി രണ്ടാമത്തെ പക്ഷം എന്താണ്? ഈ മണ്ണിൽ ഓഷരദേശം പോലെ ഈ ശരീരത്തിൽ തലമുടി നാര പോലെ അതിനോട് അഭേദമായിരുന്നുകൊണ്ട് തന്നെ ഇതിങ്ങനെ പ്രകടമാകുന്നു, ഏകമായിരുന്നുകൊണ്ട് തന്നെ. ശരീരം ചൈതന്യവത്തായി, കേശം ചൈതന്യരഹിതമായി. അങ്ങനെയായാലും അത് ശരിയാവത്തില്ല. അഥ നിത്യ ഐതസിദ്ധാവയവ അനുഗതോ അവയവീ പര ആത്മാ തസ്യ തദവസ്ഥസ്യ ഏകദേശ വിജ്ഞാന സംസാരി തദാവി സർവവയവ അനുഗതത്വാ അവയവിന അവയവഗതോ ദോഷോ ഗുണോ വേദി വിജ്ഞാനാത്മന സംസാരിത്വ ദോഷേണ പര ഏവ ആത്മാസമ്പദ്ധ്യതീയം അപ്പി അനിഷ്ഠ കൽപ്പന ക്ഷീരവ സർവപരിണാമപക്ഷേ സർവശ്രുതി സ്മൃതി കോപഹ സതി അനിഷ്ഠ. രണ്ട് പക്ഷത്തിലൂടെ നിഷേധിക്കുകയാണ്. ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ പക്ഷം. രണ്ടാമത്തെ പക്ഷത്തിൽ ഉദാഹരണം പറഞ്ഞ എന്താണ്? കേശ ദൃഷ്ടാന്തം. ശരീരത്തിൽ നിന്ന് കേശം വരുന്നത് പോലെ നിത്യ ഐതസത് അവയവാനുഗതോ അവയവി. എങ്ങനെയാണോ ഈ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് ശരീരത്തെ പിരിച്ചെടുക്കാൻ കഴിയാത്ത പോലെ ഐതസിദ്ധം വേറെ പിരിക്കാൻ കഴിയാത്ത രീതി ഇരിക്കുന്ന അവയവി പര ആത്മാ. അതാണ് പരമാത്മാ. തസ്യ തദവസ്ഥ ഏകദേശ വിജ്ഞാനാത്മാ സംസാരി. അതങ്ങനെ ഇരിക്കാതിന്റെ ഒരു ഭാഗമാണ് ഈ വിജ്ഞാനാത്മാവ്. തഥാപി അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവ അവയവ അനുഗതത്വ അവയവിന ഏവ അവയവതോ ഗുണോ ദോഷോ വേദി. അങ്ങനെ എന്താ കുഴപ്പം? ഈ ശരീരത്തിൽ അവയവവും അവയവയും ഇരിക്കുന്ന പോലെ അങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ. എവിടെ പറയുന്നു? സഹസ്രപാദങ്ങളുള്ളവനാണ്, സഹസ്ര കണ്ണുകളുള്ളവനാണ്. സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ, സഹസ്രശിരസുള്ളവനാണ് എന്ന് പറയുന്നതിന് ചിലർ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. എന്താണോ? ആയുധസിദ്ധമായി ഒരിക്കലും വേർപിരിയാൻ കഴിയാത്തതായി അനേക അവയവങ്ങളോടുകൂടി അല്ലെങ്കിൽ ജഗത്ത് അവയവങ്ങളോട് കൂടിയ ഒരുവനാണ് അവയവി പര ആത്മാ എന്ന്. അതുകൊണ്ട് ശരിയായ വ്യാഖ്യാനമല്ല, അങ്ങനെ ധരിക്കാം. ഇതുപോലെ ഈ ശരീരം പോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമായ വിജ്ഞാനാത്മാവ്. എന്ത് ദോഷം വരും? ഈ ശരീരത്തിൽ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒരഴുക്ക് പറ്റിയാൽ പറയാം ശരീരം അഴുക്കായി. അതാണ് അവയവിന ഏവ അവയവഗത ദോഷഗുണം. അങ്ങനെ അവയവി ബന്ധത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെവിടെയെങ്കിലും ഒരു ദോഷം വന്നാൽ അവയവത്തിൽ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ വരും എന്ന് പറഞ്ഞാൽ ഈ ജീവൻ എവിടെയെങ്കിലും ദുഃഖിച്ചാൽ അത് ഈശ്വരൻ, എവിടെയെങ്കിലും സുഖിച്ചാൽ അത് ഈശ്വരൻ. കാമക്രോധ ഭയ ലോഭ മോദ മാത്സര്യങ്ങളെല്ലാം ഈശ്വരൻ. അതാണ് ദോഷം.
വിജ്ഞാനാത്മന സംസാരിത്ത ദോഷേണ പരേവാത്മാ സമ്പദ്ധ്യത. ഈ വിജ്ഞാനാത്മാവ് ജീവന്റെ ദോഷം കൊണ്ട് പരമാത്മാവിനും ദോഷം വരുന്നു എന്ന് പറയേണ്ടി വരും. ഇത് ഈയമൊക്കെ അനിഷ്ഠകൽപ്പന, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ വയ്യ. ഇനി മൂന്നാമത്തെ പക്ഷെ ക്ഷീരവ സർവപരിണാമപക്ഷേ, പാലിനെ പോലെ അത് തന്നെ സ്വയം പരിണമിച്ചതായി തീർന്നു. മൃത് അങ്ങനെയാണോ പലതായി മാറുന്നത്, സവർണം അങ്ങനെയാണോ പലതായി മാറുന്നത്, അതുപോലെ പാലെങ്ങനെയാണോ തൈരും മോരും നെയ്യും ഒക്കെ മാറുന്നത്, അതുപോലെ പറഞ്ഞാലോ സർവശ്രുതി സ്മൃതി കോപഹസ അനിഷ്ട, അത് സർവശ്രുതിക്ക് സ്മൃതിക്കുമൊക്കെ വിരോധം വരും. ഇത് പരിണാമിയാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് വികാരപക്ഷം പരിണാമപക്ഷം ഒരു തരത്തിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ പരമാത്മാവിന്റെ ഒരു വികാരമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്ന കാര്യമല്ല. പിന്നെ എങ്ങനെ പറയണം? നിഷ്കളം നിഷ്ക്രിയം ശാന്തം ദിവ്യഭ്യമൂർത്ത പുരുഷ സഭാഹ്യഭ്യന്തരോഹ്യത ആകാശവ സർവഗതസ്ഥനിത്യ സവായേഷ മഹാനജ ആത്മാജരോ അമരോ അമൃത നജായതേ മ്രിയദേവ കഥാചിത് അവ്യക്തോയും ഇത്യാദി ശ്രുതി സ്മൃതി ന്യായ വിരുദ്ധ ഏതേ സർവേ പക്ഷാഹ. ഈ പറയുന്ന മൂന്ന് പക്ഷങ്ങൾ, ഒന്ന് മണ്ണിൽ നിന്നോ പാത്രം എന്നതുപോലെ, രണ്ടാമത്തെ ശരീരത്തിൽ നിന്ന് രോമം എന്നതുപോലെ, മൂന്നാമത്തത് പാലിൽ നിന്ന് തൈരെന്നതുപോലെ, ഇതിൽ ഈ മൂന്ന് പക്ഷവും ശരിയല്ല. പക്ഷ പിന്നെന്താ അദ്വൈതി എന്താ പറയുന്നത്? നിഷ്കളം നിഷ്ക്രിയം ശാന്തം. അവിടെ പിന്നെ എങ്ങനെ അവയവം വരുന്നത്? നിഷ്കളം നിഷ്ക്രിയം ശാന്തം. വികാരം എങ്ങനെ വരും? പരിണാമം എങ്ങനെ സംഭവിക്കും? അതിൽ അംശങ്ങളില്ല. നിഷ്കളം നിഷ്ക്രിയം, ക്രിയയില്ല. പിന്നെന്താണത്? പരമമായ ശാന്തിയാണ്. നിഷ്കളവും നിഷ്ക്രിയവുമായ ശാന്തിയെ സർവ്വസാധാരണമായി എവിടെ അനുഭവിക്കുന്നത്? സ്വസുഷുപ്തിയിൽ. വേറൊരിടത്തും നിഷ്കളവും നിഷ്ക്രിയവുമായ ശാന്തി അനുഭവിക്കാൻ പറ്റത്തില്ല. സമാധി പോലും അവിടെയും അതിസൂക്ഷ്മമായി അന്ധകരണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സമാധി സുഖത്തിലിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൂക്ഷ്മമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ജാഗ്രതയിലെ സാധാരണ വിഷയഗ്രഹണം പോലെയല്ല, പക്ഷെ അത് സൂക്ഷ്മമായ ഒരു വിഷയഗ്രഹണ സുഖാസ്വാദനം അതവിടെ സംഭവിക്കുന്നുണ്ട്. ശാന്തം അവിടെ ജാഗ്രതയിലുള്ള ശാന്ത ഈ കാമക്രോധാദികളിൽ പെട്ടിരിക്കുമ്പോൾ ശാന്തമില്ല. ആ സ്വരൂപശാന്തമാണ് അതവിടെ സുഷുപ്തിയിൽ. അവിടെ നമുക്കറിയാം ഇവിടെ ശാന്തമായിരുന്നു, യാതൊരു തരത്തിലുള്ള അശാന്തിയുമില്ല. ധനവാൻ ധനവാനല്ല, ദരിദ്രൻ ദരിദ്രനല്ല, ആകാംക്ഷകളില്ല, പ്രതീക്ഷകളില്ല, തൃപ്തിയില്ല, ഒന്നുമില്ല, ശാന്തമായിരിക്കുന്നു. അതതിന്റെ സ്വരൂപം. ജാഗ്രത സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര, മൂന്നവസ്ഥയിലും സ്ഫുടമായിരിക്കുന്നു. ദിവ്യക്ക് അമൂർത്ത പുരുഷൻ. പുരുഷൻ ദിവ്യനാണ്, അമൂർത്തനാണ്. സബാഹ്യഭ്യന്തരവും ബാഹ്യാഭ്യന്തരങ്ങളോട് കൂടിയവനാണ്. അജനാണ്, ജനനമില്ലാത്തവനാണ്. ആകാശവും സർവഗതസ്ഥൻ, ആകാശം പോലെ സർവവ്യാപിയാണ്, നിത്യനാണ്. സവായേഷ മഹാനജാത്മാജരോ അമൃതോ അമൃത. ഈ മഹാനായ ആത്മാവ്, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് അജനാണ്,
അജരനാണ്, അമരനാണ്, അമൃതനാഹം, നാശമില്ലാത്തവനാണ്. നമുക്കടുത്ത് പറഞ്ഞെന്തുകൊണ്ട് ഈ ശരീരത്തിൽ നോക്കുമ്പോൾ ഇതിന് ജരമുള്ളതായും മരണമുള്ളതായും നാശമുള്ളതായും കാണുന്നു. അതുകൊണ്ട് പറയുന്നു അങ്ങനെയുള്ളതല്ല, അതിനെങ്ങനെ പരിണാമം സംഭവിക്കും? ജായതേ മ്രിയതേ വാ കഥാചിത്. ജനിക്കുന്നില്ല, പിന്നെ എങ്ങനെ മരിക്കും? വികാരമില്ലാതെ ഇതെങ്ങനെ സംഭവിക്കും? മുമ്പ് വന്നാണ്. അവ്യക്തവും അചിന്ത്യവും അവികാരിയും ഇതെല്ലാം ഇത്യാദി ശ്രുതി സ്മൃതി ന്യായവിരുദ്ധ. അവിടെ ശ്രുതി സ്മൃതി തന്നു. നിഷ്കളം ആദിത്യമൂർത്ത പുരുഷ മുണ്ടകത്തിൽ ആകാശവസ്രോഗത നിത്യ ബൃഹദാരണ്യത്തിൽ. പിന്നെ ജായതേ ഗീതയിൽ സ്മൃതി അവ്യക്തവും ഗീതയിൽ. ഇതെല്ലാം ശ്രുതി സ്മൃതി. ഈ ശ്രുതി സ്മൃതികൾക്ക് യുക്തിക്ക് നേരത്തെ പറഞ്ഞുള്ള മനനയുക്തിയാണ്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ. അതാണെന്ന് ഇപ്പോൾ പറഞ്ഞ പക്ഷങ്ങൾ. 3 തരത്തിലുള്ള വികാരപക്ഷം. ഈ വികാരപക്ഷത്തെ ഭാഷകാരൻ മറ്റു പല സ്ഥലത്തും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് നടക്കത്തില്ല, ഇത് വിരുദ്ധമാണോ, തത്വത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് വികാര രൂപത്തിൽ സംഭവിക്കുന്നില്ല. പരമാർത്ഥ രൂപത്തിൽ അത് സ്ഥിതി ചെയ്യുന്നതിനൊരിക്കലും വികാര രൂപത്തിൽ സംഭവിക്കാൻ സാധ്യമല്ല. അചലസ്യ പരമാത്മന ഏകദേശപക്ഷേ വിജ്ഞാനാത്മന കാര്യ ഫലപ്രവേശ സംസരണ അനുഭൂതി പരസ്യവ സംസാരിത്തമിത് ഉക്തം. പറയുന്നു, ഈ അചലനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, ചലിക്കാതിരിക്കുന്ന ആ പരബ്രഹ്മത്തിന്റെ, പരമാത്മാവിന്റെ ഏകദേശമാണിതെല്ലാം. ഈ കാണുന്ന പ്രപഞ്ചവും മറ്റും ഇതിനൊരു അംശം പരിണമിച്ചാണെന്ന് പറഞ്ഞാൽ ഈ ജീവൻ അങ്ങനെയാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ കർമ്മഫല ദേശസംസരണാനുഭൂതി, കർമ്മഫലവത്തായ ദേശം, സ്വർഗവും മറ്റും അവിടെ പോകാൻ കഴിയാത്തവരും തന്റെ അതൊരു വിശ്വാസമാണ്. ഈ ജീവൻ ഇവിടെ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഫലത്തെ അനുഭവിക്കാൻ വേണ്ടി സ്വർഗത്തിനും മറ്റും പോകുന്നു. അതൊരു വിശ്വാസം. കർമ്മഫലവദ്ദേശ സംസരണം അത് അനുപന്നമായി പോവും. എന്താണ് ഇത്? അചലമായിരിക്കുന്ന പരമാത്മാവിന്റെ ഒരു അംശമാണെന്ന് തിരിച്ചു. ജീവൻ അങ്ങനെ കാണുന്നത് ഒരംശമായിട്ട്. ആരജ്ഞൻ, ആ അജ്ഞന്റെ ധാരണയ്ക്ക് ഇങ്ങനൊരു ദോഷം വരും. ആ പരമാത്മാവിന്റെ ഭാഗമായിരിക്കുന്ന ഇവൻ എങ്ങനെയാണ് സംസരണം നടത്തുന്നത്? പരസ്യവ സംസാരിത്വം, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ദോഷം വരും. പരനാണ്, വികാരിയല്ലെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പരൻ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന ദോഷം വരും. അപ്പോൾ ആ പരമാത്മാവിനെ കൂടസ്ഥനായി സ്വീകരിക്കുകയും അതിന്റെ ഒരംശമാണ് ജീവനെന്ന് പറയുകയും ആ ജീവന് സംസരണം ഉണ്ടെന്ന് പറയുകയും ചെയ്താൽ അത് അസംബന്ധമാണ്, അസാധ്യമല്ല. കാരണം കൂടസ്ഥനായിരിക്കുന്നവനങ്ങനെ ചരിക്കാൻ പറ്റും. ഇളകാതിരിക്കുന്നവങ്ങനെ ചലിക്കുന്നത്. സർവവ്യാപിയായി ഏകരസത്തിൽ ഏക സ്വഭാവത്തിലിരിക്കുന്ന പരമാത്മാവ് അങ്ങനെ ചലിക്കും. ശരി, എന്നാൽ പരമാത്മാവിനെ ചലിപ്പിക്കാം. അതിന് മറ്റൊരു യുക്തി എന്താണ്? പരസ്യേകദേശം അഗ്നി വിസ്ഫുലിംഗ സ്ഫുടിതോ വിജ്ഞാനാത്മാ സംസരതി. അഗ്നിയിൽ നിന്ന് തീപ്പരി വരുന്നത് പോലെ അത് സഞ്ചരിക്കുന്നുണ്ടല്ലോ. അതിന്റെ അംശം ഏകദേശം അതിൽ നിന്ന് പൊട്ടിത്തെറിച്ച് സംസരണം, ജനന മരണങ്ങളെല്ലാം അനുഭവിക്കുന്നു. നമ്മൾ പറയാറില്ല, ഈ ശരീരം വിട്ട് ഈ ആത്മാവ് പോകുന്നു, വേറെ ശരീരം സ്വീകരിക്കുന്നു. അതങ്ങനെ സംഭവിക്കുന്നു. അതിന്
ആ പോകുന്നതിന് വിജ്ഞാനാത്മാവിനെ അഗ്നിയുടെ സ്ഫുലിംഗത്തെ പോലെ സ്വീകരിക്കണം. അപ്പോൾ ആ സ്ഫുലിംഗം സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാലോ തഥാപി പരസ്യ അവയവ സ്ഫുടനേന ക്ഷതിപ്രാപ്തി, അതും ശരിയാകത്തില്ല. പരമാത്മാവിൽ വികാരപ്രാപ്തി ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെ എന്താണ്? അഗ്നിയിൽ നിന്ന് തീപ്പൊരി പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ ഒരു ക്ഷതി, ഒരു മുറിവുണ്ടായില്ലേ അഗ്നിക്ക്? ഒരു ന്യൂനത സംഭവിച്ചില്ല, ഒരംശം പോയില്ലേ? അങ്ങനെ 10 തവണ പൊട്ടിത്തെറിച്ചാൽ അഗ്നി പോയി, അഗ്നി തീർന്നു. അതുപോലെ അവയവ സ്ഫുടനം കൊണ്ട് ക്ഷതപ്രാപ്തി, അതിന് ക്ഷത സംഭവിക്കും. എവിടെ നിന്നാണോ ഈ പുസ്തകത്തിൽ നിന്നൊരു പേപ്പർ വലിച്ചേറി കഴിഞ്ഞാൽ അവയവ സ്ഫുടനം, അതുകൊണ്ട് പുസ്തകത്തിന് ക്ഷതി വരും. അതുപോലെ ഈ പരമാത്മാവിൽ നിന്നും അഗ്നിസ്ഫുലിംഗം പോലെ ഈ ജീവൻ തെറിച്ചു പോകുന്നു എന്നാൽ അവിടെ ക്ഷതി വരും. തത്സംസരണേജ പരമാത്മപ്രദേശ അന്തരവയവ വ്യൂഹേ ഛിദ്രതാപ്രാപ്തി. ഇനി അത് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. പരമാത്മാവ് സർവവ്യാപിയല്ലേ? ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിൽ ജീവൻ ഇങ്ങനെ സഞ്ചരിച്ചാൽ എത്ര കാലം സഞ്ചരിക്കും? എത്ര കാലം സഞ്ചരിക്കുന്നോ അത്രയും കാലം അവിടെ ഒരു പോകുന്ന വഴികളാണ്, ഛിദ്രം വരും. ഏതുപോലെ? ജലത്തിൽ മത്സ്യം സഞ്ചരിക്കുന്ന പോലെ. ജലത്തിൽ മത്സ്യം സഞ്ചരിക്കണമെങ്കിൽ ജലത്തെ ഛേദിച്ചുകൊണ്ട് പോകും. അത് കടന്നുപോകാൻ ജലത്തിൽ വഴിയുണ്ടാക്കി പോവുകയാണ്. അതുപോലെ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിനെ വിട്ട് ജീവാത്മാവിന് സഞ്ചരിക്കാൻ കഴിയും. അപ്പം അതിന്റെ അവയവമായിരിക്കുന്ന അംശമായിരിക്കുന്ന ജീവാത്മാവ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ പരമാത്മാവിലൂടെ തന്നെ സഞ്ചരിക്കണം. സഞ്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ മത്സ്യം ജലത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ഛിദ്രത വരുന്ന വഴിയുണ്ടാക്കി സഞ്ചരിക്കുന്നത്, അതുപോലെ ഈ പരമാത്മാവിനും ഛിദ്രത്വം അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നാലോ അബ്രണത്വമാക്കി വിശേഷം അബ്രണം അസ്നാവിരം എന്നെല്ലാം പറഞ്ഞു ഈശാവാസ്യത്തിൽ വ്യാഖ്യാനിച്ചത് ശരീരരഹിതമാണ് എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചതിന് വിരോധം വരും. അതുകൊണ്ട് അതങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് സ്വീകരിക്കാൻ വയ്യ. പിന്നെ നിങ്ങളും പറയുന്നുണ്ടല്ലോ, എന്താണ് 15-ാം അധ്യായത്തിൽ പറയുന്നത് ഉത്ക്രമിക്കുന്നു എന്ന് പറയുന്നു. മരണസമയത്ത് ഈ സംസ്കാരങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ജീവൻ ഉത്ക്രമിക്കുന്നു എന്ന് പറയും. അപ്പോൾ സർവവ്യാപിയായ പരമാത്മൻ എങ്ങനെ ഉത്ക്രമിക്കും പറയണം. ഈ പറയുന്നതെല്ലാം അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ അത് കല്പിതമായി, പരമാർത്ഥത്തിലല്ല. അല്ലാതെ സഞ്ചരിക്കും. പരമാർത്ഥത്തിൽ സാധ്യമല്ല. ആത്മാവയഭൂതസ് വിജ്ഞാനാത്മന സംസരണേ, അങ്ങനെ പരമാത്മാവിന്റെ അംശമായിരിക്കുന്ന വിജ്ഞാനാത്മാവ് വാസ്തവത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പരമാത്മശൂന്യപ്രദേശാഭാവ, സർവവ്യാപിയായ പരമാത്മാവ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അതിന് സഞ്ചരിക്കാൻ കഴിയത്തില്ല. അവയവാന്തര നൂതന വ്യൂഹനാഭ്യാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇവ പരസ്പരം ഒന്ന് മറ്റൊന്ന് ചെന്ന് തട്ടും. പരമാത്മാവും വ്യാപകമാണ്, അവയവും അതിന്റെ ഭാഗമായിരിക്കുന്ന അവയവും അതിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അപ്പം നൂതന വ്യൂഹനങ്ങളിലൂടെ പരസ്പരം സ്പർശിച്ച് സംസരണം നടത്തണ്ടേ? പരമാത്മാവിനെ സ്പർശിച്ച് ജീവാത്മാവിന് പോകാൻ പറ്റും. അതിന് ഉദാഹരണം പറയുന്നു. വാരണവും മത്സ്യസഞ്ചാരേ ഛിദ്ര സംഗ്രഥനെ യഥ. ജലത്തിൽ മത്സ്യം സഞ്ചരിക്കുമ്പോൾ അവിടെ ഛിദ്രം ഉണ്ടാകുന്നു. ബ്രഹ്മസ്വ തദ്ജീവേഷു പ്രപ്ലത പരമാത്മന. അതുകൊണ്ട് പരമാത്മാവിനെ സഞ്ചരിച്ചാൽ ആ പരമാത്മാവിനും അതുപോലെയുള്ള വേദന ഒരിക്കെന്താണ് ഹൃദയശൂലേന ഇവ പരമാത്മനോ ദുഃഖിത്വം പ്രവർത്തി. ഹൃദയവേദന പോലെയുള്ള വേദന വരും പരമാത്മാവിന്.
ജലം വേദനിക്കാത്തത് അത് ജഡമായതുകൊണ്ട് ഇതതുപോലെയല്ല. ഇത് ചൈതന്യമാണ്. ചൈതന്യത്തിൽ ചൈതന്യം സഞ്ചരിക്കുന്നു എന്നൊക്കെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യം സർവവ്യാപകമായിരിക്കുന്നു. അതിൽ ഛിദ്രം ഉണ്ടാക്കി സഞ്ചരിക്കുന്നു. അപ്പോൾ അതിനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവിനെന്താണ്? ഹൃദയശൂലയെന്നിവ, ഹൃദയത്തിൽ ശൂലം തറച്ചതുപോലെയുള്ള വേദന അനുഭവിക്കേണ്ടി വരും, ദുഃഖിത്വപ്രാപ്തി. അതുകൊണ്ട് ജീവാത്മാവ് പരമാത്മാവിന്റെ ഉള്ളിലൂടെ പുറത്തൂടെ സഞ്ചരിക്കുന്നു പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പരിണാമത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംസരണം എങ്ങനെ സംഭവിക്കും? ഇല്ല. വിവർത്തത്തെ സ്വീകരിച്ചാൽ കുഴപ്പമില്ല ആണ് പറയുന്നത്. ഒരു കൽപ്പന ഏകവും അചലവും കൂട്ടസ്ഥവുമായിരിക്കുന്ന ആത്മാവ് എവിടെ എങ്ങോട്ട് പോകാം? അസർവവ്യാപിയായിരിക്കുന്നു. അതിനുള്ള അഭിന്നമായിരിക്കുന്നു ജീവാത്മാവ്. അതിനൊരിടത്തും പോകേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെയോ കൽപ്പന, ഭ്രാന്തി. അങ്ങനെ തോന്നുന്നു, അങ്ങനെ സഞ്ചരിക്കുന്നു, അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. ഒരു അഗ്നി വിസ്ഫുലിംഗാതെ ദൃഷ്ടാന്ത ശ്രുതി എന്ന ദോഷം വരുന്നു. ശ്രുതി തന്നെ പറഞ്ഞിരിക്കല്ലേ, പിന്നെങ്ങനെ ദോഷം വരുന്നു? അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ അതുപോലെ ജീവന്മാരിൽ നിന്നങ്ങ് പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നല്ലേ പറയുന്നു ദൃഷ്ടാന്ത ശ്രുതി. ഇവിടെ ദോഷം പിടിച്ചിരുന്ന ശ്രുതി ഒരു ജ്ഞാപകത്വ മുമ്പും വന്നിട്ടുണ്ട്. ശ്രുതി കാരകമല്ല, ജ്ഞാപകമാണ്. പലതവണ വന്നിട്ടുണ്ട്. ഉപദേശം ഇവിടെ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല, ഒന്നിനെയും ഘർഷണം പ്രകാശത്തെ ഉണ്ടാകുന്നു. അതുപോലെ ഉപദേശം ബോധത്തെ പ്രകാശിപ്പിക്കുന്നു. ശ്രോതാവിന്റെ അന്ധകരണത്തിൽ ബോധത്തെ പ്രകാശിപ്പിക്കുന്നു. അതല്ലാതെ മറ്റൊന്ന് ചെയ്യാൻ ഉപദേശത്തിന് സാധ്യമല്ല. എന്തിനാ ഉപദേശിക്കുന്ന? സ്വസ്വരൂപത്തെ. ഉപദേശം എന്ന് വെച്ചാൽ എന്താണ്? അതിനെക്കുറിച്ചുള്ള ബോധം. ശ്രോതാവിന് ആ ബോധത്തെ പകർന്നു കൊടുക്കുകയാണ്. ബോധം ഉണ്ടാകുന്നു, ജ്ഞാപകം, ജ്ഞാനം ഉണ്ടാകുന്നു. അത്രമാത്രം. അല്ലാതെ ആ ജീവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നില്ല എന്നർത്ഥം. അവനെ കൊണ്ടൊരു പണിയെടുപ്പിക്കുന്നില്ല, ഒരു കർമ്മവും ചെയ്യിപ്പിക്കുന്നില്ല. പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രുതിയല്ല, അവന്റെ സംസ്കാരമായിരിക്കും. മറ്റൊന്നും കാണാനില്ലെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ജ്ഞാനം, ഇച്ഛ, കൃതി, പ്രയത്നം ഇതൊക്കെ ആയിരിക്കും. അല്ലാതെ ശ്രുതിയല്ല. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രുതി. ജ്ഞാപകമാണ്, കാരകമല്ല. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മണ, കർമ്മം കൊണ്ട് സാധ്യമല്ല. പിന്നെ കേവലം ജ്ഞാനേന, ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ. ജ്ഞാനം ബോധമാണ്, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അത്രയാണ് ചെയ്യാനുള്ളൂ. മറ്റൊന്ന് അത് മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, കുരു തുടങ്ങിയ ക്രിയകൾ ഉപയോഗിക്കുന്നില്ല. നീ അത് ചെയ്യൂ എന്ന് പറയുന്നില്ല. എന്നാൽ ചെയ്യേണ്ടി വരും. ഇവിടെ പറയുന്നില്ല. ശരി, കേട്ടുകഴിഞ്ഞാലോ ഗ്രഹിച്ചു കഴിഞ്ഞാലോ
സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം നശിക്കും. അപ്പം നീ അവിടെ ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ടിത് കാരകമല്ല, ജ്ഞാപകമാണ്. ശ്രുതി കാരകമാണെന്ന് വന്നാൽ നമുക്ക് തോന്നുക എന്തോ ചെയ്യാനുണ്ട്. ശ്രുതി ഉപദേശിച്ചു. ശ്രുതി എന്താ ഉപദേശിച്ചത്? നീ നിന്റെ ഈ ജീവാത്മാവിനെ പരമാത്മാവിന്റെ സമീപത്തിലെത്തിക്കുക, ചെയ്യാൻ പറയുക. ശരി, അതെങ്ങനെ എത്തിക്കാൻ പറ്റും? എത്തിക്കണമെങ്കിൽ അവിടെ പ്രവൃത്തികൾ ആവശ്യമാണ്. ഈശ്വരാരാധന പരമായ പ്രവൃത്തികൾ ആവശ്യമാണ്. ആ പ്രവൃത്തികളിലൂടെ, ഈശ്വരാരാധന പരതയിലൂടെ, ചര്യയിലൂടെ, യത്നത്തിലൂടെ, അഭ്യാസങ്ങളിലൂടെ ആ പരമാത്മാവിനെ പ്രാപിക്കുക. അവിടെ ക്രിയകൾക്ക് സ്ഥാനം വരുന്നു. സമാധിക്ക് വരെ സ്ഥാനം വരുന്ന അവിടെയാണ്. മാനസിക ക്രിയയാണ് അത് അനുഷ്ഠിക്കുക എന്ന് പറയും. അനുഷ്ഠിക്കാനുണ്ട്. ഭാവനാരൂപത്തിലുള്ള മാനസിക ക്രിയ അനുഷ്ഠിക്കുന്നു. സമാധിയിൽ ക്രിയയില്ല. അവിടെയുള്ള ക്രിയ അനുഷ്ഠിക്കാനുണ്ട്. പറയുന്നു, നീ ധ്യേയമായ വസ്തുവിൽ നിന്റെ മനസ്സിനെ ഉറപ്പിച്ച് ധാരണ, ധ്യാന, സമാധിയിലെത്തിച്ചേരുക. ക്രിയയുണ്ട് അവിടെ. മാനസിക യത്നമുണ്ട് അവിടെ. ജ്ഞാപകമല്ല അവിടെ. യത്നസാധ്യമാണ്. ശ്രുതി അതല്ല, തത്വമസി, തത്വത്തെ ബോധിപ്പിക്കുന്നു. ശ്രോതാവിന്റെ ഉള്ളിൽ ആ പ്രകാശം, ജ്ഞാനം ഉണ്ടാകുന്നു. അത്രയും ശ്രുതി ചെയ്യുന്നു. അവന്റെ അറിവില്ലായ്മ നശിക്കുന്നു. ജ്ഞാപകത്വ ജ്ഞാനം മാനസികമാണെങ്കിലും ധ്യാനത്തെപ്പോലെ, ഭാവനയെപ്പോലെ അതും മാനസികമാണ്. പക്ഷെ എന്താണ് അവിടെ ജ്ഞാനം പ്രകാശിക്കുന്നതെല്ലാം കർത്തൃത്വാദികളെ നിഷേധിച്ചുകൊണ്ടാണ്. കർത്തൃത്വാദികളെ നിഷേധിക്കും. പിന്നെ ഇവിടെ കർമ്മം വരെ ഇവിടെ കർമ്മത്തിന്റെ കർമ്മമൂലത്തെ തന്നെ നിഷേധിച്ചു. അതുകൊണ്ട് കേവലം പ്രകാശമാണ്, ജ്ഞാപകമാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അതെങ്ങനെ ജ്ഞാപകമാകും? അവിടെ അറിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവിടെ ഉപദേശിക്കുന്നില്ല. അറിഞ്ഞാൽ മതി. അറിവ് അജ്ഞാനത്തെ നശിപ്പിക്കണമെന്ന് മാത്രം. അജ്ഞാനനാശത്തിന് ഉതകുന്ന അറിവായിരിക്കും. ഇത്രയും അടുത്ത് വിശദീകരിക്കുന്ന ശാസ്ത്രം പദാർത്ഥാൻ അന്യതാകർത്തും പ്രവൃത്തം. നിങ്ങളുടെ മനസ്സ്, ഈ മനസ്സിനെ ധാരണ, ധ്യാന, സമാധി, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥ, അതിൽ നിന്ന് വേറൊരവസ്ഥ, അതിൽ നിന്ന് വേറൊരവസ്ഥ, ഇങ്ങനെ കൊണ്ടുപോകാൻ പറയുന്നത്. അന്യഥാകർത്തും ശാസ്ത്രം പ്രവർത്തിക്കുന്നില്ല. ശ്രുതി മനസ്സല്ല ഏതായാലും കിം തടയി. പിന്നെ എന്താ ഇത് ചെയ്യുന്നത് ശാസ്ത്രം? യഥാഭൂതാനാം അജ്ഞാതാനം ജ്ഞാപന, അജ്ഞാതജ്ഞാപനം. അതാണ് പ്രകാശം വരുന്ന ഇരുന്ന് പോകുന്നു എന്ന് പറയുന്നു. പിന്നെ പ്രവൃത്തിയൊക്കെ അവനവന്റെ സംസ്കാരം അനുസരിച്ച് അതിന് ഉപദേശം കാരണമാണ്.
താനാ പരമാത്മ തത്വമാണെന്നുള്ള വിവരം അറിയാതിരുന്നു. ഇന്ന് വരെ അറിഞ്ഞില്ല. ശ്രുതി ബോധിപ്പിക്കുന്നു തത്വമസി, ഇത്രയും. തനിക്ക് അജ്ഞാതമായിരുന്നു, ജ്ഞാതമായി. തനിക്ക് താൻ അജ്ഞാതമായിരുന്നില്ല, പക്ഷെ താനാ പരമാർത്ഥമാണ്, നിത്യശുദ്ധ ബുദ്ധം സ്വഭാവമാണെന്ന് അറിഞ്ഞിരുന്നില്ല. അത് ശ്രുതി ബോധിപ്പിച്ചു, നീ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്. അതാണ് അജ്ഞാതജ്ഞാപനം. അജ്ഞാതമായതിനെ ജ്ഞാപിപ്പിക്കുന്നു, ബോധിപ്പിക്കുന്നു. അതും യഥാഭൂതാനാം സത്യത്തെ ബോധിപ്പിക്കുന്നു. യഥാഭൂതമായിരുന്നു പ്രത്യേകം പറയുന്നു. ആ സത്യത്തെ ബോധിപ്പിക്കുകയാണ്. ഒരു വസ്തു എങ്ങനെയോ അങ്ങനെ, സച്ചിദാനന്ദം എങ്ങനെയോ അങ്ങനെ. അത് സച്ചിദാനന്ദമാണ്, അതുകൊണ്ട് ബോധിപ്പിക്കുന്നത് സച്ചിദാനന്ദമാണ്. അജീവപര അഭേദരൂപത്തിലാണ്, അതുകൊണ്ട് പറയുന്നത് തത്വമസി. പിന്നെ വസ്തു എങ്ങനെ അങ്ങനെ ബോധിപ്പിക്കുന്നു? അദ്വൈതജ്ഞാനം, ആത്മബോധം എന്ന് പറയുന്നതും മറ്റുള്ള അഭ്യാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം. തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ അത് പിന്നെ തത്വത്തെ ബോധിച്ചിട്ട് നീ പോയി ഇന്ന യാഗം ചെയ്യണമെന്ന് പറയില്ല, ഇന്ന പ്രവൃത്തി ചെയ്യണമെന്ന് പറയത്തില്ല. അത് ബാക്കിയില്ല അവിടെ. തത്വബോധത്തിൽ എല്ലാം തീർന്നു. അജ്ഞാതജ്ഞാപനത്തിൽ ശ്രുതി ചാരിതാർത്ഥ്യമടഞ്ഞു, ഉപദേശം ചാരിതാർത്ഥ്യമടഞ്ഞു. അതുകൊണ്ടാണ് പിന്നീടൊന്നും ചെയ്യാനില്ലാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് കൃതകൃത്യത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. പിന്നെന്ത് ചെയ്യാനാ? പിന്നെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. അതിത് ബോധിക്കാത്തതുകൊണ്ട്, ബോധിക്കുന്ന കാര്യം പറയുകയാണ്. ബോധിക്കാതിരുന്നാൽ പലതും ചെയ്യേണ്ടി വരും. ബോധിക്കാത്തവർ ചെയ്യുന്നുണ്ട്. ബോധിച്ചവൻ ചെയ്താലും അത് പ്രവൃത്തിയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വ്യത്യാസത്തെ പറയുന്നു. തത്വത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി കർമ്മത്തിന് പ്രേരകമല്ല. അതാ പറഞ്ഞു വരുന്നത്. എന്നാലും അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രവൃത്തി അത് കാണിക്കുന്നില്ലേ? ഇല്ല. അജ്ഞാനത്തെ നശിപ്പിക്കാൻ എന്നൊരു പ്രവൃത്തി അവിടെ ഇല്ലേ? ഇല്ല. എന്തുകൊണ്ട്? അത് പ്രവൃത്തിയല്ല. അജ്ഞാനനാശം എന്ന് പറയുന്നത് ശരി, അതൊരു പ്രവൃത്തിയല്ല. അജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. ഇതുവരെ ജ്ഞാനം ഉണ്ടായിരുന്നില്ല, അത്രയേ ഉള്ളൂ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതുവരെ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ജ്ഞാനം വന്ന് ആ കുറവ് നികത്തി, അത്രയേ ഉള്ളൂ. അല്ല, അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഇരുന്ന് അതിനെ എടുത്തു മാറ്റുകയല്ലേ ഇത്. അജ്ഞാതജ്ഞാപനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കില്ല. സത്യത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാം. കർമ്മങ്ങളും മറ്റും വിധിക്കുന്നതോ അതും അജ്ഞാതമായിരുന്നു. സ്വർഗം എന്നൊരു ഫലമുണ്ടെന്നോ യാഗം ചെയ്താൽ അത് കിട്ടുമെന്നോ മറ്റു പ്രമാണങ്ങളിലൂടെ അറിയുമായിരുന്നില്ല.
ശ്രുതി അജ്ഞാതമായതിനെ ബോധിപ്പിക്കുക ചെയ്യും. അജ്ഞാത ജ്ഞാപനമാണ്. ഇന്നത് ഫലം, ഇന്നത് കർമ്മം, ഇന്ന പ്രവൃത്തിക്ക് ഇന്ന ഫലം എന്ന് ശ്രുതി ബോധിപ്പിച്ചു. കാര്യകാരണ ബന്ധത്തെ ബോധിപ്പിച്ചു. ശ്രുതിയാണോ പ്രവർത്തിച്ചതല്ല. അതിന് ആഗ്രഹമുള്ളവൻ അത് പ്രവർത്തിക്കുന്നു. ഇനി കർമ്മത്തിലേക്ക് ശ്രുതി വേണ്ടി വന്നാൽ പ്രേരിപ്പിച്ചു എന്ന് പറയാം. എന്നാലും തത്വത്തിൽ ശ്രുതി പ്രേരിപ്പിക്കുന്നു, തത്വത്തെ പ്രകാശിപ്പിക്കുന്നു, വെളിപ്പെടുത്തുന്നു. ആണ് തത്വം വെളിവാകുന്നു എന്ന് പറയുന്നു. ജ്ഞാപിപ്പിക്കുന്നു തത്വത്തെ. അത്രയേ ഉള്ളൂ. ജ്ഞാപകം എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അതിന്റെ ഉപദേശം കൊണ്ട് മാറ്റം വരില്ല എന്ന് പറയുന്നു. പദാർത്ഥങ്ങളെ, വസ്തുക്കളെ മറ്റൊരു തരത്തിൽ മാറ്റി മറിക്കാൻ ശ്രുതി കഴിയത്തില്ല. അഗ്നി ശീതമാകട്ടെ എന്ന് ശ്രുതി പറഞ്ഞാൽ ശീതമാകത്തില്ല. ജലം ഉഷ്ണമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉഷ്ണമാകത്തില്ല. അങ്ങനെ പദാർത്ഥങ്ങളെ മാറ്റാൻ ശ്രുതിക്ക് കഴിയില്ല എന്ന് പറയുന്നു. ശ്രുതിക്ക് പറയാൻ എന്താണോ, ഇത് അഗ്നിയാണ്, ഇത് ജലമാണ്, ഈ അഗ്നി ഉഷ്ണമാണ്, ജലം ശീതമാണ്, അതെല്ലാം പറയാം. മറിച്ച് അതിലൊരു മാറ്റം വരുത്താൻ ശ്രുതിക്ക് സാധ്യമല്ല. അന്യത കിടക്കുന്നു, അസാധ്യമാണ്. ഇത് മനസ്സിലായ അദ്വൈതത്തിന്റെ രീതി മനസ്സിലായി. ആത്മതത്വത്തെ ശ്രുതി എങ്ങനെയാണ് ബോധിപ്പിക്കുന്നതെന്ന് മനസ്സിലായി. കർമ്മവും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. കിഞ്ചാത അതുകൊണ്ടെന്താ ചോദിക്കുന്നു? ശൃണ്വതോ യദ്ഭവതി, കേട്ടോളൂ എന്താ സംഭവിക്കുന്നതെന്ന്. ശൃണു അതോ യദ്ഭവതി, ഞാൻ പറയാം എന്താ സംഭവിക്കുന്നത്. യഥാഭൂത മൂർത്താമൂർത്താദി പദാർത്ഥധർമ്മ ലോകേ പ്രസിദ്ധഃ തദ്ദൃഷ്ടാന്ത ഉപാദാനേന തദ് അവിരോധ്യ വസ്തുനിരഞ്ജാപയിതും പ്രവൃത്തം ശാസ്ത്രം ന ലൗകിക വസ്തുവിരോധ ജ്ഞാപനായ ലൗകികമേവ ദൃഷ്ടാന്ത ഉപാദത്തെ. യഥാഭൂത മൂർത്ത അമൂർത്ത പദാർത്ഥധർമ്മാഹ, സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള പദാർത്ഥങ്ങൾ, മൂർത്തം സ്ഥൂലം അമൂർത്തം സൂക്ഷ്മം, ലോകേ പ്രസിദ്ധ എല്ലാവർക്കും അറിയാം. തദ്ദൃഷ്ടാന്തോപാദന, അവയെ ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ട് തത് അവിരോധ്യവ വസ്തുന്തരം ജ്ഞാപയിതും പ്രവൃത്തിശാസ്ത്രം, അതിന് അവിരോധിയായിരിക്കുന്ന മറ്റൊരു വസ്തുവിന്, പരമാത്മ വസ്തുവിനെ ബോധിപ്പിക്കുന്നതിനാണ്. അതായത് ഈ ലോകത്തിലെ ലൗകികമായ ദൃഷ്ടാന്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അലൗകികമായ പരമാത്മ വസ്തുവിനെ ശാസ്ത്രം ബോധിപ്പിക്കുന്നു.
പറഞ്ഞു വരുന്നതിന് താല്പര്യം ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയും തമ്മിൽ വ്യത്യാസം. ദാഷ്ടാന്തികമായിരിക്കുന്ന പരമാത്മ വസ്തുവിന് ദൃഷ്ടാന്തമേ ഇല്ല. നിഷ്ക്രിയം, നിരഞ്ജനം, നിരവയം, നിരാകാരം, നിരുപമം, നിർഗുണം, നിരാകാരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൃഷ്ടാന്തം. ഉദാഹരണം എന്തെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളെ ദൃഷ്ടാന്തം, അതിനെ ദൃഷ്ടാന്തമായിക്കൊണ്ട് തത് അവിരോധിയവ, ആ ലോകപ്രസിദ്ധമായ ആ പദാർത്ഥങ്ങളോട് വിരോധം വരാത്ത വസ്തുവിനും ജ്ഞാപയിതും പ്രസിദ്ധ പ്രവൃത്തശാസ്ത്രം, മറ്റൊരു വസ്തുവിനെ ബോധിപ്പിക്കാനാണ് ശാസ്ത്രം ശ്രമിക്കുന്നത്. ലോകപ്രസിദ്ധമായ കാര്യങ്ങളാണ് ദൃഷ്ടാന്തമായിട്ടെടുക്കുന്നത്. എന്നാ ലൗകിക വസ്തു വിരോധ ജ്ഞാപനായ ലൗകികമേവ ദൃഷ്ടം ഉപാദത്തെ, അപ്പോൾ സാവയവമായ ഒരു വസ്തുവിനെ എടുത്തിട്ട് നിരവയവത്തിന് ഉദാഹരണം പറയുന്നു. അതാണ് മൂർത്താമൂർത്ത പദാർത്ഥ ധർമാഹ ലോകെ പ്രസിദ്ധ തദ്ദൃഷ്ടാന്തോപാദാന തവിരോധ്യവ, അങ്ങനെ വിരോധം വരാത്ത വസ്തുവന്തരത്തെ മറ്റൊരു വസ്തുവിനെ ജ്ഞാപയിതം ബോധിപ്പിക്കുന്നതിന് ശാസ്ത്രം തുടങ്ങുന്നു. എന്നാൽ ലൗകിക വസ്തു വിരോധ ജ്ഞാപനായ, അല്ലാതെ ലൗകിക വസ്തു വിരോധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തദവിരോധി ലോകപ്രസിദ്ധ പദാർത്ഥ അവിരോധി, വിരോധത്തെ കാണിച്ചാൽ പിന്നെ എങ്ങനെ ദൃഷ്ടാന്തമാണ്? വിരോധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ദൃഷ്ടാന്തത്തെ പറയുന്നു എന്നർത്ഥം. പിന്നെ അത് ദൃഷ്ടാന്തമേ ആകത്തില്ല. വിരോധം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സമാനതയുണ്ടെങ്കിലേ ദൃഷ്ടാന്തമാകത്തുള്ളൂ. ലൗകികമയോ ദൃഷ്ടാന്തോപാദത്തെ, അതുകൊണ്ട് ദൃഷ്ടാന്തം എടുക്കുന്നത് വൈരുദ്ധ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഉപാധീയമാനോപി ദൃഷ്ടാന്തോ അനർത്ഥകസ്യ ദാഷ്ടാന്തിക അസംഗതി, ദാഷ്ടാന്തികമായിട്ട് യോജിച്ചില്ലെങ്കിൽ പിന്നെ ദൃഷ്ടാന്തം വെറുതെ ആയിപ്പോവും, വ്യർത്ഥമായിപ്പോവും, ഒരു സംബന്ധമില്ല വന്നു കഴിഞ്ഞാൽ. നഹി അഗ്നി ശീതാദിത്യോ ന തപതി ഇതിവ ദൃഷ്ടാന്ത ശതേനാവി പ്രതിപാദയിത് ശക്യം. ആദിത്യൻ ചൂടല്ല, അഗ്നി ശീതമാണെന്നൊന്നും ദൃഷ്ടാന്തം കൊണ്ട് സമർത്ഥിക്കാൻ ഒക്കത്തില്ല. ഇതിനെ പരസ്പര വിരുദ്ധമായ കാര്യം ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? പ്രമാണാന്തരേണ അന്യഥാധികതത്വ വസ്തുന. ഇവിടെ പ്രത്യക്ഷമായ പ്രമാണത്തിലൂടെ അറിയാം അഗ്നി ശീതമല്ല, ആദിത്യൻ തപിക്കുന്നതല്ല എന്നുള്ള അറിയാം. പറയുന്നൊരു താല്പര്യം ഇതാണ്. എന്താണ്? ശാസ്ത്രം ഈ തത്വത്തെ ബോധിപ്പിക്കുന്നത് ലോകത്തിന് വിരോധമായ രീതിയിലല്ല, ലോകവിരുദ്ധമായ രീതിയിലല്ല ബോധിപ്പിക്കുന്നത്, അനുകൂലമായ രീതിയിലാണ്. വാസ്തവത്തിൽ ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും രണ്ടും തമ്മിൽ ഒരു പൊരുത്തമില്ല. നിർഗുണമായ ആത്മാവിനെന്താ ദൃഷ്ടാന്തം?
പറയാൻ കാരണം അഗ്നി വിസ്ഫുലിംഗത്തെ അവിടെ പറഞ്ഞില്ലേ. ഇതെങ്ങനെ ദൃഷ്ടാന്തമാവും? ആ പരമാത്മാവിൽ നിന്ന് ജീവാത്മാക്കളുടെ അഗ്നി വിസ്ഫുലിംഗത്തെ പോലെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അഗ്നി വിസ്ഫുലിംഗം നമുക്കറിയാതെ അതിൽ നിന്ന് പൊട്ടിപ്പിരിഞ്ഞ് പോവുകയാണ്. അതുപോലെ എന്താ, പരമാത്മാവിൽ നിന്നും ഈ ജീവാത്മാക്കൾ ഇങ്ങനെ പൊട്ടിപ്പിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അങ്ങനെയാണ് സ്വീകരിച്ചാൽ എന്താ, ഇത് രണ്ടിൽ അഭേദം വരത്തില്ല. ഒന്നും മറ്റൊന്നും വേറെയായി. അപ്പൊ ഇത് നിങ്ങൾ പറയുന്ന ദൃഷ്ടാന്തത്തിൽ നിന്ന് അതാ മനസ്സിലാക്കുന്നത്. അഗ്നിയും അതിന്റെ സ്ഫുലിംഗങ്ങളും പോലെ ജീവാത്മാവും പരമാത്മാവും വേറെ വേറെയാണ് എന്നാ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ലോകപ്രസിദ്ധമായ ദൃഷ്ടാന്തത്തെ സ്വീകരിച്ചുകൊണ്ട് അതിനോട് വിരോധം വരാത്ത രീതിയിൽ തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നതിനും എന്താ മനസ്സിലാക്കേണ്ടത്? ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു അംശമുണ്ട്. അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് തത്വത്തെ പ്രകാശിപ്പിക്കുന്നത്. അതാണ് ജ്ഞാപകമെന്ന് പറഞ്ഞത്, കാരകമല്ലെന്ന് പറഞ്ഞത്. ഇവിടെ ശാസ്ത്രം എങ്ങനെയാണ് ജ്ഞാപകമാകുന്നത്? അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ പൊട്ടിത്തെറിച്ചാലും അത് വേർപിരിഞ്ഞാലും അത് അഗ്നി തന്നെ. രണ്ടും അഭേദമായിരിക്കുന്നു, തത്വത്തിൽ അഭേദമായിരിക്കുന്നു. ഇതാണ് ദൃഷ്ടാന്തത്തിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, വിരോധമായ ഒരു കാര്യത്തെ അല്ല, തത്വത്തിന് വിരോധമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കാനുള്ള ദൃഷ്ടാന്തം. ഇവിടെ പരമാത്മാവും ജീവാത്മാവും തമ്മിൽ അംശ ബന്ധമില്ല, അതാണ് തത്വം. അവയവീഭാവമില്ല, അതാണ് തത്വം. ആ തത്വത്തിന് വിരോധമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് ശരിയാണെന്നാണ്, ദൃഷ്ടാന്തത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ദാഷ്ടാന്തികം വേറെയാണ്. പക്ഷെ ആ ദൃഷ്ടാന്തത്തിൽ നോക്കണം, എന്താണ്, എന്തെങ്കിലും തത്വത്തെ ബോധിപ്പിക്കാൻ കഴിയുമോ? കഴിയുമെന്താണോ? അവിടെ അഗ്നിയുടെയും വിസ്ഫുലിംഗത്തിന്റെയും തത്വം ഒന്നുമല്ല. അഗ്നി അഭേദമാണത്. ജീവപര അഭേദം ഒന്നാണ്. ഏകത്വമെന്നും പറയാം, അഭേദമെന്നും പറയാം. അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകപ്രസിദ്ധമായ ദൃഷ്ടാന്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തത്വത്തെ പറയുന്നത്, ശ്രുതി തന്നെ. അതുകൊണ്ട് ആ ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് തത്വത്തിന് വിരുദ്ധമായി ചിന്തിക്കരുത്. ആ ദൃഷ്ടാന്തത്തിലൂടെ തത്വത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നോക്കണം. എന്താ ഇവിടെ തത്വം? അഭേദം. അത് തത്വമല്ലേ, അതാണ് പരമാർത്ഥം. അഗ്നിയിൽ നിന്ന് എത്ര തീപ്പൊരികളുണ്ടായാലും എല്ലാം അഗ്നിയാണ്, അതല്ലേ തത്വം. എന്നല്ല, അഗ്നിയിൽ നിന്ന് തീപ്പൊരി ഉണ്ടായതുകൊണ്ട് അഗ്നി വേറെ തീപ്പൊരി വേറെ എന്ന് പറയുന്നതാണോ തത്വം? അത് തത്വമല്ല. അപ്പൊ ആ ദൃഷ്ടാന്തത്തിൽ തത്വത്തെ കണ്ടെത്തണം, അതാ പറയുന്നത്. ഞാൻ യഥാ മൂർത്താമൂർത്താദി പദാർത്ഥ ധർമാലോകെ പ്രസിദ്ധ തദ്ദൃഷ്ടാന്ത ഉപാദാനേന തദ് അവിരോധ്യവ വസ്തുന്തര ജ്ഞാപയിതും പ്രവൃത്ത ശാസ്ത്രം എന്നാൽ ലൗകിക വസ്തു വിരോധജ്ഞാപനായ ലൗകികമേവ ദൃഷ്ടാന്ത ഉപാദത്തെ. ഇവിടെ വരുന്ന വിരോധത്തെ കാണിക്കാൻ വേണ്ടി ഈ ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് അതുപോലെ പരമാത്മാവിനും പരസ്പര വിരുദ്ധമാണ് ജീവാത്മാവും പരമാത്മാവും എന്ന് ബോധിപ്പിക്കാനല്ല. ഉപാധീയമാനോ വിദൃഷ്ടാന്തോ അനർത്ഥക സ്യാദാഷ്ടാന്തിക സംഗതേഹി. അതാണ് ഒരു ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അനർത്ഥകമാകും. ദൃഷ്ടാന്തം തന്നെ അനർത്ഥകമായി പോവും. നഹി അഗ്നിശീതാദിത്യോ ന തപതീതിവ ദൃഷ്ടാന്തേനാവി പ്രതിപാദയും. തത്വം ഇതാണെങ്കിൽ പരമാത്മാവും ജീവാത്മാവും ഒരേ തത്വമാണ്, ഭേദമില്ല. ഇതിനെ ഒരു ദൃഷ്ടാന്തം കൊണ്ടും ഭേദമുണ്ടെന്ന് സമ്മതിക്കാൻ കഴിയില്ല. കഴിഞ്ഞാൽ അഗ്നി ശീതമാണ്, ആദിത്യൻ പ്രകാശിക്കുന്നില്ല എന്നെല്ലാം ദൃഷ്ടാന്തം കൊണ്ട് സമർത്ഥിക്കാൻ കഴിയും. അതൊന്നും കഴിയുന്നില്ല. പ്രമാണാന്തരേണ അന്യഥ അധികതത്വം വസ്തുന. എന്തുകൊണ്ട്? പ്രത്യക്ഷമായി കാണുന്നു അഗ്നി ചൂടുള്ളതാണ്, ആദിത്യം പ്രകാശിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം പറഞ്ഞിട്ട് ഇതിനെ മാറ്റാനൊക്കത്തില്ല.
അതുപോലെ ശ്രുതി ശബ്ദപ്രമാണം നേരിട്ട് ബോധിപ്പിക്കുന്ന എന്താണ്? തത്വമസി അഹം ബ്രഹ്മാസ്മി. ഒരു തത്വമാണ്, സർവം ഖണ്ഡിതം ബ്രഹ്മ. അത് പറഞ്ഞിട്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം എടുത്തിട്ട് ഇത് പലതാണെന്നങ്ങനെ സമ്മതിക്കാൻ പറ്റും. അഗ്നിയും സ്ഫുലിംഗങ്ങളും പോലെ പരമാത്മാവും ജീവാത്മാവും പലതാണെന്നങ്ങനെ സമ്മതിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരു തത്വമാണെന്ന് അതേ ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാം അഗ്നിയാണ്. എത്ര സ്ഫുലിംഗങ്ങളുണ്ടായാലും എല്ലാം അഗ്നി തന്നെ, തത്വമൊന്നു തന്നെ. അപ്പൊ തത്വത്തിൽ, പരമാർത്ഥത്തിൽ, യാഥാർത്ഥ്യത്തിൽ മാറ്റമൊന്നുമില്ല. അതാണ് ബോധിപ്പിക്കുന്നത്. ശ്രുതി അത്രേ ചെയ്യുന്നുള്ളൂ. ആ ബോധത്തെ ഉണ്ടാക്കി തരിക, അത്രയുള്ളൂ. ആ ബോധത്തെ ഉണ്ടാക്കി ഇനി നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നില്ല. അഗ്നിയും സ്ഫുലിംഗവും ഒന്ന് തന്നെ ആ ബോധത്തെ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കി ശ്രുതി അവിടെ ചരിതാർത്ഥമാവുകയാണ്. പിന്നെ ഇനി അതിനൊന്നും ബോധിപ്പിക്കാനില്ല. ആ പരമാത്മതത്വവും ഈ ജീവന്മാരും അഭേദമാണ് എന്ന് ബോധിപ്പിക്കും. അപ്പോൾ എന്തുവരുന്നു? അത് അഭേദമാണെങ്കിൽ ഓരോ ജീവന്മാരും ആ അസംസാരിയായ പരമാത്മതത്വം തന്നെ ഇതാ ബോധിപ്പിക്കുന്നു. ഓരോ വിസ്ഫുലിംഗങ്ങളും ആ വിസ്ഫുലിംഗങ്ങൾക്ക് അപാദാനമായിരുന്ന അഗ്നി തന്നെയാണ്. ഇവിടെ ജീവനെ ശ്രുതി അസംസാരിയായി ബോധിപ്പിക്കുന്നു. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അപ്പൊ സൃഷ്ടി എവിടെ നിന്ന് ആരംഭിച്ചു? പരമാത്മാവിൽ നിന്ന്. ആ പരമാത്മാവ് എങ്ങനെ? അസംസാരിയായ പരമാത്മാവ് ആണ് ഈ സൃഷ്ടിക്ക് കാരണം എന്നവിടെ സമർത്ഥിക്കുന്നു. അത് ബോധിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊന്ന് ശ്രുതിക്ക് താല്പര്യമില്ല. ബോധിച്ചിട്ട് നീ മറ്റൊന്ന് ചെയ്യുക എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? ആ ബോധം കൊണ്ട് സാധിക്കേണ്ടത് സാധിച്ചു, വെളിച്ചം കൊണ്ട് സാധിക്കേണ്ടത് സാധിച്ചു, ഇരുള് നശിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഭേദബുദ്ധി, ആ പരമാത്മാവ് വേറെയാണ്, താൻ വേറെയാണ്. സുഷുപ്തിയിൽ താൻ അസംസാരിയായിരുന്നു, ജാഗ്രതയിൽ സംസാരിയായി, അവസ്ഥാന്തരം വന്നു എന്നും മറ്റുമുള്ള വിപരീത ബുദ്ധി അതുകൊണ്ടില്ലാതാകുന്നു. അസംസാരിയായിരുന്നു താൻ, അവിടെ സംശയമില്ലാതാകുന്നു. ഇല്ല, ഇവിടെ ഞാൻ സംസാരി തന്നെ, വിപര്യം ഇല്ലാതാകുന്നു. ഇത്തരത്തിലുള്ള അജ്ഞാന സംശയ വിപര്യങ്ങൾ ആ ജീവനെ അസംസാരിയായി ബോധിപ്പിക്കുന്നുകൊണ്ടില്ലാതാകുന്നു. ഇത്രേ ശ്രുതിക്ക് താല്പര്യമുണ്ട്. ആ ബോധം അടുത്ത് പറയും അതിൻ്റെ ദൃഢത, അതിനു വേണ്ടിയിട്ടാണ് ഈ വിചാരം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വിചാരം അവസാനിക്കാത്തത്. കാരണം അതിനെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വേറെ ചോദ്യങ്ങൾ വരും. ക്ഷുദ്ര വിസ്ഫുലിംഗാഹ മമൈവാംശ ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം അങ്ങനെ ശരിയാണ്. അതിനെ വീണ്ടും ദൃഢപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൃഷ്ടാന്തത്തിൽ നിന്ന് വിപരീതമായ അർത്ഥം എടുക്കരുതെന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. എന്തുകൊണ്ട്? തത്വത്തെ ശ്രുതി വെളിപ്പെടുത്തി. ആ തത്വത്തിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൃഷ്ടാന്തം, അല്ല ആ തത്വത്തിനെ നിരാകരിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ആ ദൃഷ്ടാന്തത്തെ തത്വത്തിന് അനുഗുണമായി മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ അംശാംശി ഭാവമില്ല, മുമ്പ് പറഞ്ഞ വികാരങ്ങളില്ല. 3 തരത്തിലുള്ള വികാരങ്ങളെ പറഞ്ഞു. ആ 3 തരത്തിലുള്ള വികാരം ഇവിടെ സംഭവിക്കത്തില്ല. ഇത് പാത്രം ഉണ്ടായതുപോലെയല്ല, കേശം ഉണ്ടായതുപോലെയല്ല, പാല് തൈരായി അതുപോലെയല്ല. മറിച്ച് അത് തന്നെയാണ് ജീവൻ, അസംസാരിയായ പരമാത്മാവ് തന്നെയാണ്. പിന്നെ ഇതെല്ലാം അതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥം തത്വം മാത്രം. ബാക്കി അനുഭവപ്പെടുന്നതന്നെ പരമാർത്ഥമല്ലാതെ. അതെന്താ? അതാണ് അജ്ഞാനം. അതിനെന്താ പരിഹാരം? അതിന് ഈ പരമാർത്ഥത്തെ ബോധിക്കുക, അതാണ് പരിഹാരം.
ശരി. ശാന്തി ശാന്തി ശാന്തി.